ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഗ്നോ പോയിൻറ്റേഴ്സ്. ഇന്നത്തെ ഇഗ്നോ പോയിൻറ്റേഴ്സ് പ്രോഗ്രാം ഡീകോഡ് സെഷനിൽ സ്റ്റുഡൻസ് ആവശ്യപ്പെട്ട പ്രകാരമുള്ള BBA കോഴ്സിൻ്റെ പ്രോഗ്രാം ഡീകോഡാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിന് കീഴിൽ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന വൺ ഓഫ് ദി റെക്കഗ്നൈസ്ഡ് കോഴ്സാണ് BBA എന്ന് പറയുന്ന കോഴ്സ്. BBAയുടെ 2 വേരിയൻസ് ജൂലൈ 2026 അഡ്മിഷൻ സെഷനിൽ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് BBA റീറ്റെയിലിംഗ് ആണ്. അതിൻ്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് BBA RIL എന്നുള്ളതാണ്. അതേസമയം BBAയുടെ മറ്റൊരു ടൈപ്പ് ഓഫ് കോഴ്സ് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് BBA എന്ന് മാത്രമാണ് ആ കോഴ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് 1 by 1 ഈ 2 കോഴ്സസിൻ്റെയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ BBA എന്ന് പറയുന്ന ഒരു കോഴ്സ് പലരും MBAക്ക് മുന്നേ അവരുടെ ഡിഗ്രി ആയിട്ട് ചെയ്യുന്ന ഒരു കോഴ്സാണ് BBA, അഥവാ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങൾ താല്പര്യമുള്ള ആളുകൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. ബിസിനസ്സിൻ്റെയൊക്കെ ഒരുപാട് ആസ്പെക്ട്സ് നമുക്ക് ഈ കോഴ്സ് വഴി പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഈ പ്രോഗ്രാം ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നത് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ കീഴിലാണ്. അതുപോലെ തന്നെ ഒരു 132 ക്രെഡിറ്റ്സിനാണ് നമ്മൾ ഈ കോഴ്സ് പഠിച്ച് പൂർത്തീകരിക്കേണ്ടത്. അപ്പോൾ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇൻറ്റേൺഷിപ്പും അതേപോലെ തന്നെ ഓൺ ദ ജോബ് ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ അറിയാം, ഇപ്പോൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ അങ്ങനെ 3 വർഷമാണല്ലോ കോഴ്സ് വരുന്നത്. BBA കോഴ്സ് അങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയറിന് ശേഷം ഒരു എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിലെ കോഴ്സസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് കിട്ടുന്ന സർട്ടിഫിക്കറ്റിൻ്റെ പേര് ഡിപ്ലോമ ഇൻ റീറ്റെയിലിംഗ് എന്നുള്ളതായിരിക്കും. അതേസമയം സെക്കൻഡ് ഇയറിലാണ് നമ്മൾ സെക്കൻഡ് ഇയർ വരെയുള്ള സബ്ജക്ട്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പാസ്സായി കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ എക്സിറ്റ് എടുക്കുകയാണെങ്കിൽ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ റീറ്റെയിലിംഗ് ആയിരിക്കും കിട്ടുക. അതേസമയം തേർഡ് ഇയറിൽ, അതായത് സാധാരണ പോലെ 3 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണെങ്കിൽ നമുക്ക് ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് BBA റീറ്റെയിലിങ്ങിനെ കുറിച്ചാണ്. അതിനുശേഷം BBA മറ്റൊരു വേരിയൻറ്റ് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും അതിൻ്റെ സബ്ജക്ട്സും കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഡയറക്റ്റ് എൻട്രി എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അതേപോലെ തന്നെ കാറ്റഗറി Bയിൽ നമുക്ക് സ്പോൺസേർഡ് അഡ്മിഷനുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് വളരെയധികം ലേണേഴ്സ് ഈ ഒരു കാറ്റഗറി Aയിൽ ഡയറക്റ്റ് എൻട്രി ആയിരിക്കും. നമ്മൾ +2 കഴിയുന്ന അവസരത്തിൽ നമ്മൾ ഡിഗ്രി ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്റ്റുഡൻസ് BBA എടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് +2 ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ BBAക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ കാറ്റഗറി B സ്പോൺസേർഡ് അഡ്മിഷനും അവൈലബിൾ ആണ്. അപ്പോൾ ഈ സ്പോൺസർ എന്ന് പറയുന്ന അഡ്മിഷൻ്റെ ക്രൈറ്റീരിയ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇഗ്നോ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദ സ്പോൺസർ ഈസ് അലൗഡ് ടു നോമിനേറ്റ് എംപ്ലോയീസ് ഹു ഹാവ് പാസ് 10+2 or equivalent from their retail organization. The sponsor will submit application form of the candidate nominated with the program fee through a SBI collection demand draft drawn in favor of IGNO payable at New Delhi. അപ്പോൾ അത് സ്പോൺസേർഡ് അഡ്മിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന റീറ്റെയിൽ ഓർഗനൈസേഷനിലെ എംപ്ലോയർ വഴി നമ്മളെടുക്കുന്ന ഒരു അഡ്മിഷൻ ആയിരിക്കും, ഒരു നോമിനേഷൻ മെത്തേഡിലുള്ള ഒരു അഡ്മിഷൻ ആയിരിക്കും. ആ രീതിയിൽ ഓപ്റ്റ് ചെയ്യുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. താരതമ്യേന കൂടുതൽ ലേണേഴ്സ് ഡയറക്റ്റ് എൻട്രി വഴിയായിരിക്കും. ഇനി ഈ സ്പോൺസേർഡ് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പാർട്ട് ഫ്രം ദാറ്റ്, മോസ്റ്റ് ഓഫ് ദി ലേണേഴ്സ് വിൽ ബി ത്രൂ ഡയറക്റ്റ് എൻട്രി. ഓക്കെ, ആൻഡ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ബുക്സ് അഥവാ നിങ്ങളുടെ ഫൈനലി എക്സാം എല്ലാം അറ്റംപ്റ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷിലായിരിക്കണം. ഓക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത്. ഇനി പ്രോഗ്രാം ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും പഠിക്കേണ്ട സബ്ജക്ട്സ് ഏതാണ്? ഇവിടെ നിങ്ങൾ പ്രോഗ്രാം ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഡിപ്ലോമ ഇൻ റീറ്റെയിലിംഗ് ഫസ്റ്റ് ഇയർ എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഇയറിൽ ഒരു എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ആ കോഴ്സസ് എല്ലാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ റീറ്റെയിലിംഗ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് 1ാമത്തെ വർഷം കഴിയുമ്പോൾ എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേസമയം സെക്കൻഡ് ഇയർ വരുമ്പോൾ അഡ്വാൻസ് ഡിപ്ലോമ ആയിരിക്കും. അതേപോലെ തന്നെ തേർഡ് ഇയർ വരുമ്പോൾ നമുക്ക് BBA ആയിരിക്കും. അതുകൊണ്ടാണ് ഹെഡിങ്സിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത്ര മാത്രം നോക്കിയാൽ മതി. ഫസ്റ്റ് സെമ്മിലും സെക്കൻഡിലും തേർഡിലും ഫോർത്തിലും ഫിഫ്ത്തിലും സിക്സ്ത്തിലും പഠിക്കാനുള്ള സബ്ജക്ട്സ് ഏതാണ്, അതിൻ്റെ ക്രെഡിറ്റ്സ് എന്താണ്, അതേപോലെ തന്നെ ആ കോഴ്സിൻ്റെ പേരെന്താണ്, ഇത്രയും കാര്യം നമുക്ക് നോക്കിപ്പോവാം. നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ ആദ്യം പഠിക്കാനുള്ള സബ്ജക്റ്റ് BCOE 141, അത് പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. അതുപോലെ തന്നെ BGA 182 അങ്ങനെ കോഴ്സസിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പഠിക്കണം, ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ്, ഇൻട്രൊഡക്ഷൻ ടു റീറ്റെയിൽ മാർക്കറ്റിംഗ്, സ്റ്റോർ ഓപ്പറേഷൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഫസ്റ്റ് സെമ്മിൽ പഠിക്കുന്നത്. സെക്കൻഡ് സെമ്മ് വരുമ്പോൾ റീറ്റെയിൽ മാനേജ്മെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ BRLP 101 നമ്മൾ ഇൻറ്റേൺഷിപ്പ് വർക്ക് ബുക്ക് ആൻഡ് വൈവ വോയിസ് എന്ന് പറയുന്ന ഒരു
കുറച്ചും കൂടി പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ഒരു കോമ്പണൻ്റാണ് അവിടെ ഒരു പേപ്പറായിട്ട് വരുന്നത്. ഇനി സെക്കൻഡ് ഇയർ വരുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എൻവയോൺമെൻറ്റ് സ്റ്റഡീസ്, കസ്റ്റമർ സർവീസ് മാനേജ്മെൻറ്റ്, മാനേജിങ് ഹ്യൂമൻ റിസോഴ്സസ്, ബൈയിങ് ആൻഡ് മെർച്ചൻഡൈസിങ്, റീറ്റെയിൽ ഓപ്പറേഷൻ, സ്റ്റോർ മാനേജ്മെൻറ്റ് തുടങ്ങിയ കോഴ്സുകളാണ്. ആൻഡ് ഫോർത്ത് സെമസ്റ്റർ വരുമ്പോൾ കസ്റ്റമർ വാല്യൂ മാനേജ്മെൻറ്റ്, IT ആപ്ലിക്കേഷൻ ഇൻ റീറ്റെയിൽ, അതേപോലെ തന്നെ BRLP 102 നമുക്ക് ഓൺ ദ ജോബ് ട്രെയിനിങ്ങും വർക്ക് ബുക്കും വൈവ വോയിസുമാണ്. ഇപ്പോൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പോലെയുള്ള ഒരു കോഴ്സ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു എക്സ്പോഷർ ഉണ്ടായിരിക്കണം, ഹൗ തിങ്സ് വർക്കിംഗ്. അപ്പോൾ അത്തരത്തിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഈ BRLP 102 എന്നൊക്കെ പറയുന്ന കോഴ്സ്. ഇനി ലാസ്റ്റ് ഇയറിൽ അഥവാ നമ്മുടെ തേർഡ് ഇയറിൽ പഠിക്കേണ്ടത് എൻ്റർപ്രണർഷിപ്പ്, റീറ്റെയിൽസ്, കൺസ്യൂമർ ബിഹേവിയർ, ബൈയിങ് ആൻഡ് മെർച്ചൻഡൈസിങ്ങിൻ്റെ ഒരു പാർട്ട് 2 പേപ്പർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ബിസിനസ് എത്തിക്സ്, പിന്നെ വിഷ്വൽ മെർച്ചൻഡൈസിങ് ആൻഡ് സ്റ്റോർ പ്ലാനിങ്. ഫൈനലി നമ്മുടെ ഏറ്റവും ലാസ്റ്റ് സെമസ്റ്റർ ആയിട്ടുള്ള ഫോർത്ത് സെമസ്റ്ററിൽ പഠിക്കേണ്ടത് സിക്സ്ത് സെമസ്റ്ററിൽ പഠിക്കേണ്ടത് കൊമേഴ്സ്, റീറ്റെയിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, അതേപോലെ തന്നെ BRLP 103 ഓൺ ദ ജോബ് ട്രെയിനിങ്, വർക്ക് ബുക്ക് ആൻഡ് വൈവ വോയിസ് ആണ് വരുന്നത്. സോ ഇതാണ് ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ റീറ്റെയിലിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ സബ്ജക്ട്സും കാര്യങ്ങളും ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് റീറ്റെയിൽ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ഏരിയയിലാണ് കൂടുതലായിട്ട് പഠിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ BBA റീറ്റെയിൽ എടുക്കുക. അതേസമയം ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കുറച്ചും കൂടി ഒരു ജനറൽ തലത്തിലാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ BBA എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്താൽ മതിയാവും. സോ ഇവിടെയും എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 ക്വാളിഫിക്കേഷൻ തന്നെയാണ്. ഇവിടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിലും ഹിന്ദിയിലും അവൈലബിൾ ആണ്. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു ലേണറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റ് വീഡിയോസിൽ പറയുന്നത് പോലെ തന്നെ ഇംഗ്ലീഷ് ആയിരിക്കുമല്ലോ ഹിന്ദിയെക്കാളും ഒരുപക്ഷെ കംഫർട്ടബിൾ. സോ അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്യുക. ഇനി പ്രോഗ്രാം ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെ ഓരോ സെമസ്റ്ററിലും വരുന്ന കോഴ്സും അതേപോലെ തന്നെ സബ്ജക്റ്റിൻ്റെ പേരും ക്രെഡിറ്റ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ടൈപ്പ് ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞ് നിങ്ങളിപ്പോൾ ഈ ടേബിൾ നോക്കുമ്പോൾ ടൈപ്പ് ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞ് കാണുന്നതിൽ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ്, മൾട്ടി ഡിസിപ്ലിനറി, കോർ, സ്കിൽ എൻഹാൻസ്മെൻറ്റ് എന്നൊക്കെ കാണും, വാല്യൂ അഡീഷൻ എന്നൊക്കെ കാണും. അത് വളരെ സിമ്പിളായിട്ട് ഇത്രയും മനസ്സിലാക്കുക. നമ്മളൊരു ഡിഗ്രിക്ക് ചേരുമ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഈ ഒരു BBAയുടെ എക്സാമ്പിൾ തന്നെ എടുത്ത് പറയുന്നില്ല, മറിച്ച് ഞാനിപ്പോൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ നമ്മൾ BA ഹിസ്റ്ററി പഠിക്കുകയെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ BA ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഹിസ്റ്ററിയുടെ നമ്മൾ ചിലപ്പോൾ എന്താ പറയുക ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കും, ചിലപ്പോൾ വേൾഡ് ഹിസ്റ്ററി പഠിക്കും. അതൊക്കെ ഹിസ്റ്ററി ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള സബ്ജക്ട്സാണ്. അതിന് നമുക്ക് കോർ സബ്ജക്ട്സ് എന്ന് പറയാൻ പറ്റും. അതേസമയം ഈ ഹിസ്റ്ററി പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ആരുടെയിലൊക്കെ സിബ്ലിങ്സോ മറ്റാരെങ്കിലുമൊക്കെ ഹിസ്റ്ററി പഠിക്കുന്നതിന് നിങ്ങൾക്കറിയാം, അവർ ചിലപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നുണ്ടാവും, ചിലപ്പോൾ കുറച്ച് എക്കണോമിക്സ് പഠിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ശരിക്കും അവരുടെ സബ്ജക്റ്റ് അല്ല, പക്ഷേ അതവരുടെ സബ്സിഡറി സബ്ജക്റ്റുകളാണ്, അഥവാ മൾട്ടി ഡിസിപ്ലിനറി നേച്ചറുള്ള സബ്ജക്റ്റുകളാണ്. അതുപോലെ തന്നെ എല്ലാവരും കോളേജിൽ പഠിക്കുമ്പോഴും ഇതേപോലെ ഇംഗ്ലീഷിൻ്റെയും ഹിന്ദിയുടെയും ഒക്കെ ലാംഗ്വേജ് പേപ്പേഴ്സ് പഠിക്കും. അപ്പോൾ അതൊക്കെ ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് ആണ്. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിനെ കുറിച്ച് ഇപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഒക്കെ ഒരു പേപ്പർ ഉണ്ടാവാറുണ്ട്. അതൊരു അവയർനെസ് ജനറേഷനാണ്. അതും ഒരുപക്ഷെ നമുക്കൊരു എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സായിട്ട് മെൻഷൻ ചെയ്യാൻ പറ്റും. അതേപോലെ വാല്യൂ അഡീഷൻ എന്ന രീതിയിൽ മറ്റ് ചില കോഴ്സസ് വരും. അപ്പോൾ നമ്മളിപ്പോഴും ഡിഗ്രി ചെയ്യുമ്പോൾ എല്ലാം നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പേപ്പേഴ്സ് ആയിരിക്കും എന്ന് നിർബന്ധമില്ല, മറിച്ച് മറ്റ് ചില കോഴ്സസ് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ പഠിക്കും. സോ അത്തരത്തിലുള്ള കോഴ്സസും കൂടി നിങ്ങളുടെ ഈ BBA ഒരു ജനറൽ എന്നുള്ള രീതിയിലുള്ള ഈ ഒരു കോഴ്സിൽ വരുന്നുണ്ട്. BBA റീറ്റെയിലിൽ നമ്മൾ ഇത്രയധികം ഇങ്ങനത്തെ കോഴ്സസ് കാണുന്നില്ല. ഓക്കെ, സോ ഇവിടെ BBA കോഴ്സിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും അങ്ങനെ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത് അങ്ങനെ ഓരോ സെമസ്റ്ററിലും വരുന്ന ഏതൊക്കെ പേപ്പേഴ്സാണ്, അത് ശരിക്കും എന്താണ് ആ പേപ്പർ, അത് കോർ കോഴ്സാണോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് ഈ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ ജസ്റ്റ് നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം, സോ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു ഡീകോഡ് ദി ഫർദർ സെമസ്റ്റേഴ്സും അതിലെ സബ്ജക്ട്സും. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് BVA 181 അതാണ് കോഴ്സ് കോഡ് അഥവാ സബ്ജക്റ്റിൻ്റെ കോഡ്. ആ പേപ്പറിൻ്റെ പേര് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്. അതൊരു എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ്. അതിന് വരുന്ന ക്രെഡിറ്റ്സ് 4 ഇനി രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്നത് BGLA 136 നമുക്ക് പഠിക്കാം, അഥവാ BHDLA 136 പഠിക്കാം. അപ്പോൾ BGLA എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ് ആണ്. BHDLA 136 എന്ന് പറയുന്നത് ഹിന്ദി ഭാഷ ലേഖൻ കൗശൽ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ഇതൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്കൊരു പക്ഷേ ഹിന്ദി കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ് എന്നുള്ള കോഴ്സ് എടുത്താൽ മതി. അതൊരു മൾട്ടി ഡിസിപ്ലിനറി നേച്ചറുള്ള കോഴ്സാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ BCOC 132 എന്ന് പറയുമ്പോൾ ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. അത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള പേപ്പറാണ്, നമ്മുടെ സബ്ജക്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന പേപ്പറാണ്. അത് കോർ കോഴ്സാണ്. BCOC 183 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്. അതൊരു സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ്. നിങ്ങളുടെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട്
മുന്നോട്ട് അങ്ങോട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലും കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഒരു സ്കില്ലിൻ്റെ ഭാഗമാണ്. സോ അതൊരു സ്കിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പേപ്പറാണ്. ഇങ്ങനെ ഓരോ സെമസ്റ്ററിലെയും പേപ്പേഴ്സ് ഏതാണെന്ന് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം. ഇവിടെ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ സെമസ്റ്ററിൽ നമ്മൾ കണ്ടല്ലോ BGLA, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ് പഠിക്കാം, അഥവാ BHDLA 136 ഹിന്ദി ഭാഷ ലേഖൻ കൗശൽ പഠിക്കാം. അപ്പോൾ അതിൽ നമുക്കൊരു ചോയ്സ് ഉണ്ട്, നമുക്ക് ഏതാണോ കംഫർട്ടബിൾ അതിനനുസരിച്ച് എടുക്കാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് BBA കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഫർദർ BBA കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓൾസോ യു ക്യാൻ റൈറ്റ് ടു എസ് ഡയറക്റ്റ്ലി വാട്സപ്പിൽ 9562636569 എന്ന് പറയുന്ന നമ്പറിൽ നമ്മളോട് ഡയറക്റ്റായിട്ട് ഒരു ടെക്സ്റ്റ് മെസ്സേജ് വഴിയോ വോയിസ് മെസ്സേജ് വഴിയോ നിങ്ങളുടെ ഡൗട്ട്സ് റേസ് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ് കോൺടാക്ട് സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ സ്പെസിഫിക് ഡൗട്ടിനെ അഡ്രസ്സ് ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് BBA കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദി ചാനൽ. ഇഗ്നോ യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട മറ്റ് അപ്ഡേറ്റ്സ് നമ്മൾ ഈ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇഗ്നോയിൽ പല കോഴ്സസിനും പ്രൊജക്റ്റ് വർക്ക് അങ്ങനത്തെ കോമ്പണൻസ് ഒക്കെ വരാറുണ്ട്. സോ അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ നേരത്തെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു അഡ്മിഷൻ തൊട്ട് ഫൈനൽ സർട്ടിഫിക്കേഷൻ വരെ ഇഗ്നോയിൽ നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ചെയ്യേണ്ടത്, എക്സാം ഫോം എപ്പോഴാണ് ഫില്ല് ചെയ്യേണ്ടത്, അസൈൻമെൻറ്റ്സ് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് A to Z എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്മിഷൻ ടിൽ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. പ്രൊജക്റ്റ് വർക്ക് ചെയ്യുന്നവർക്ക് പ്രൊജക്റ്റ് വർക്കിൻ്റെ വീഡിയോ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഒരുപാട് MA കോഴ്സസിൻ്റെയും പ്രോഗ്രാം ഡീകോഡ് ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡഡ് ആണ്. സോ പ്ലീസ് ചെക്ക് ദാറ്റ് ആസ് വെൽ. ഓൾസോ പ്ലീസ് ഷെയർ ദിസ് ചാനൽ വിത്ത് യുവർ ഇഗ്നോ ഫ്രണ്ട്സ്. ഓൾസോ സബ്സ്ക്രൈബ് ടു ദി ചാനൽ. താങ്ക് യു.